എല്ലാവർക്കും അപ്ലോഡ് ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ റിവിഷൻ ക്ലാസ്സുകളായിട്ടും സ്റ്റഡി ടിപ്സായിട്ടും സ്റ്റഡി ട്രിക്സ് ആയിട്ടും ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കും, പരീക്ഷ കഴിയുന്നത് വരെ. സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, സോ മലയാളം പരീക്ഷയിൽ 17 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 17 ചോദ്യങ്ങൾക്ക് കൂടി 53 മാർക്കാണ് മൊത്തമുള്ളത്. അതിൽ 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്കുള്ള സമയം 1.5 മണിക്കൂറാണ്. അതിന് പുറമെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ ലഭിക്കും. എങ്ങനെ ഈ 1.5 മണിക്കൂറിനുള്ളിൽ ഫുൾ മാർക്ക് നേടുന്ന രീതിയിൽ പരീക്ഷ എഴുതി പൂർത്തിയാക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കേൾക്കാൻ. ഈ പറയുന്ന 17 ചോദ്യങ്ങൾ, മലയാളം പരീക്ഷയിലുള്ള 17 ചോദ്യങ്ങളിൽ ആദ്യത്തെ 8 ചോദ്യങ്ങൾക്ക് കൂടി മൊത്തം നിങ്ങൾക്ക് ലഭിക്കുക 8 മാർക്കാണ്. 1 മുതൽ 5 വരെ ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി, 1 ചോയ്സാണ്. 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതായത് 3 ചോദ്യം ഉണ്ടാവും, അത് 2 മാർക്കിൻ്റെതാണ്. അതിൽ 2 എണ്ണം എഴുതിയാൽ മതി. അങ്ങനെ 1 മുതൽ 8 വരെയുള്ള ടോട്ടൽ ചോദ്യങ്ങൾക്ക് മൊത്തം നിങ്ങൾ കിട്ടുന്ന മാർക്ക് 8 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബാക്കി 9 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് 32 മാർക്കും ബാക്കി സ്കോർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ എക്സാമിൽ ഏറ്റവും അധികം സമയം നിങ്ങൾ ചിലവഴിക്കേണ്ടതും 9 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനാണ്. ഈ 1.5 മണിക്കൂറിൽ ഏറ്റവും ആദ്യം നിങ്ങൾ കൂൾ ഓഫ് ടൈം, 1.5 മണിക്കൂറല്ല, 1.5 മണിക്കൂർ പുറമേ ഒരു കൂൾ ഓഫ് ടൈം, ഈ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ 5 വൺ വേർഡ് ചോദ്യങ്ങൾ നോക്കുക, കൃത്യമായിട്ട് ഉത്തരം അറിയുന്ന 4 എണ്ണം കണ്ടെത്തുക. ആ ഉത്തരങ്ങൾ അപ്പോഴേ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. ആ 4 വൺ വേർഡ് ഉത്തരങ്ങൾ, അല്ലെങ്കിൽ 4 1 മാർക്ക് വൺ വേർഡ് തന്നെയാണെന്നില്ല, 1 മാർക്ക് ചോദ്യത്തിൻ്റെ 4 ഉത്തരങ്ങൾ അപ്പോഴേ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ 2 മാർക്ക് ചോദ്യങ്ങൾ 3 ഉണ്ടല്ലോ, അതിൽ ഏറ്റവും നന്നായിട്ട് ഉത്തരം എഴുതാൻ പറയുന്ന 2 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ. ഈ 2 മാർക്ക് ചോദ്യങ്ങൾ 2ഓ 3ഓ വാചകം മാത്രം എഴുതിയാൽ മതി, നിങ്ങൾ കുറേ എഴുതി വെക്കരുത്. ഓക്കെ, അതും കൃത്യമായിട്ട് മനസ്സിൽ കണ്ടെത്തി വെക്കുക. ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ടത്. അല്ലാതെ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ആദ്യം പോയിട്ട് അവസാനത്തെ ചോദ്യങ്ങൾ വായിച്ച് അതൊന്നുമല്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ആദ്യത്തെ 8 ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തി വെക്കുക. ആൻസർ ഷീറ്റ് കയ്യിൽ തന്നാൽ ഉടൻ, നിങ്ങൾക്ക് എഴുതി തുടങ്ങാനുള്ള ടൈം ഉണ്ടല്ലോ, കൂൾ ഓഫ് ടൈം കഴിഞ്ഞിട്ട് എക്സാം തുടങ്ങുന്ന ടൈം ഉണ്ടല്ലോ, ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ 10 പോലും നിങ്ങൾക്ക് ആവശ്യമുണ്ടാവില്ല, പരമാവധി 10 മിനിറ്റ് എടുക്കാം. ആ 10 മിനിറ്റിനുള്ളിൽ ഈ 8 ചോദ്യങ്ങൾ ഉത്തരവും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവണം. അത് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത്. മാക്സിമം നിങ്ങൾക്ക് 10 മിനിറ്റ് എടുക്കാം. വേണ്ടി വരില്ല, കാരണം നിങ്ങൾ ആദ്യം ഉത്തരം കണ്ടെത്തിയതാണ്. 4 വൺ വേർഡ് എഴുതാൻ നിങ്ങൾക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ മതി. ബാക്കി 2 മാർക്ക് ചോദ്യം എഴുതാൻ മാക്സിമം ഒരു 3, 4, 5 മിനിറ്റ് മതി. സോ ഈ രീതിയിൽ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 8 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതണം. അതിനുശേഷമാണ് ബാക്കി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ആദ്യത്തെ 8 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാരണം, ചിലപ്പോൾ നിങ്ങൾക്ക് 5 വൺ വേർഡ് ചോദ്യങ്ങൾ ഉത്തരവും അറിയാമായിരിക്കാം. പക്ഷേ നിങ്ങൾ 5 എഴുതണ്ട. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉറപ്പുള്ള 4 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഇനി 2 മാർക്കിൻ്റെ 3 ചോദ്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 3 അറിയാമായിരിക്കും. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ആ 2 എണ്ണം മാത്രം അവിടെ എഴുതിയാൽ മതി. 3ാമത്തത് അറിയാമെന്ന് കരുതി ആദ്യമേ നിങ്ങൾ എഴുതി വെക്കണ്ട. ഓക്കെ, പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 6 എണ്ണമുണ്ട്. 5 ചോദ്യങ്ങൾക്ക്, അതായത് 5 എണ്ണത്തിനാണ് നിങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. 5 × 4 20 മാർക്കാണ് ആ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഇവിടെ ഏറ്റവും കൃത്യമായിട്ട് ഉത്തരം അറിയുന്ന ആ 4 മാർക്കിന് 5 ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് അത് നിങ്ങൾ എഴുതി പൂർത്തിയാക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 4 മാർക്കിൻ്റെ ചോദ്യങ്ങളോട് നിങ്ങളുടെ അരപ്പുറത്തിൽ ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഒരു പുറം എന്ന് വെച്ചാൽ ഒരു പേപ്പർ 2 സൈഡ് ഉണ്ടല്ലോ, അതിൽ ഒരു സൈഡിനെയാണ് നമ്മൾ ഒരു പുറം എന്ന് പറയുന്നത്. ഒരു പേപ്പറിന് 2 സൈഡ്, 2 വശങ്ങളുണ്ട്. അതിൽ ഒരു വശത്തെയാണ്, ഒരു സൈഡിനെയാണ് നിങ്ങളോട് ഒരു പുറം എന്ന് പറയുന്നത്. അതിൻ്റെ പകുതിയാണ് അരപ്പുറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അരപ്പുറത്തിൽ എഴുതാൻ കറക്റ്റ് അരപ്പുറം എന്നല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ വേണമെങ്കിൽ അധികം എഴുതാം. നിങ്ങൾക്കൊരു തൃപ്തി വരണമെങ്കിൽ ചിലപ്പം കുറച്ചുകൂടി അധികം എഴുതേണ്ട, 4 മാർക്കല്ലേ, നിങ്ങൾക്ക് എഴുതാം. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ അനാവശ്യമായിട്ട് വലിച്ചു വാരി ഒരു പുറം മുഴുവനും അപ്പുറത്തെ പുറത്തിൻ്റെ പകുതിയും ഒന്നും 4 മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതി വെക്കരുത്. അങ്ങനെ എഴുതി വെച്ചാലുള്ള കുഴപ്പം, അതിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് നിങ്ങളുടെ സമയത്തെ അത് നഷ്ടപ്പെടുത്തും. കാരണം ഒരു അരപ്പുറത്തിൻ്റെ ഒരു 4 മാർക്കിൻ്റെ ചോദ്യത്തിന് അവരാവശ്യപ്പെടുന്ന അരപ്പുറം എഴുതാനാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി അധികം എഴുതാം. പക്ഷേ നിങ്ങൾ അതിന് പകരം ഒരു പേജ്, ഒരു സൈഡ് മുഴുവനായിട്ടും ബാക്കി സൈഡിൻ്റെ പകുതിയുമൊക്കെ എഴുതി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, മറ്റൊരു ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ള നിങ്ങളുടെ സമയമാണ് നഷ്ടപ്പെടുക. അത് ഒരിക്കലും സംഭവിക്കാൻ
പാടില്ല. കാരണം നിങ്ങളിപ്പോൾ ഒരു 4 മാർക്കിൻ്റെ ചോദ്യത്തിന് 1.5 പേജ് എഴുതി വെച്ച് അടുത്ത ചോദ്യത്തിന് എഴുതി വെച്ചാലും അല്ലെങ്കിൽ ആ 1.5 പേജ് എഴുതിയാലും അതിന് 4 മാർക്കേ കിട്ടൂ. ഇനി നിങ്ങൾ ഒരു പുറത്തിൻ്റെ ഒരു 3/4 ഭാഗം എഴുതിയാലും നിങ്ങൾക്ക് 4 മാർക്കേ കിട്ടൂ. നിങ്ങൾ അതിന് പകരം ഒരുപാട് 1-2 പേജ് എഴുതി വെച്ച് നിങ്ങൾക്ക് 4 മാർക്ക് ചോദ്യത്തിന് ആരും 5 മാർക്കോ 6 മാർക്കോ തരില്ല. സോ ആ 4 മാർക്കിന് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. പകരം നിങ്ങൾ ഒരുപാട് എഴുതി കഴിഞ്ഞാൽ അവസാനത്തേക്ക് ഏതെങ്കിലും ഒരു 4 മാർക്ക് ചോദ്യമോ അല്ലെങ്കിൽ 6 മാർക്ക് ചോദ്യമോ അറ്റൻഡ് ചെയ്യാനുള്ള സമയം നിങ്ങൾ നഷ്ടപ്പെടും. അവസാനം 1.5 മണിക്കൂർ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ചിലപ്പോൾ ഒരു ചോദ്യമോ 2 ചോദ്യമോ ഒക്കെ എഴുതാൻ ബാക്കി ഉണ്ടാവും എന്നുള്ളത് ഓർക്കുക. സോ സമയം നഷ്ടപ്പെടാൻ വലിയ സാധ്യത ഇങ്ങനെ നിങ്ങൾ അമിതമായിട്ട് ഉത്തരം എഴുതുന്നത് കൊണ്ടുണ്ടാവും. സോ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ഉത്തരം എഴുതാൻ പാടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 4 മാർക്കിൻ്റെ 6 ചോദ്യങ്ങളുണ്ട്. അതിൽ 5 എണ്ണം എഴുതിയാൽ മതി. ചിലപ്പം 6ാമത് നിങ്ങൾ നന്നായിട്ട് അറിയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് തോന്നും ഇതും കൂടി അങ്ങ് എഴുതി വെച്ചേക്കാം, ഇതിൽ ഏറ്റവും ബെസ്റ്റ് അവരെടുത്തോട്ടെ എന്ന്. എഴുതാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ എക്സാം എഴുതി പോകുമ്പോൾ നിങ്ങളൊരു കാരണവശാലും ഈ 6ാമത്തെ ചോദ്യത്തിന് എക്സ്ട്രാ വരുന്ന ഈ ചോയ്സ് ക്വസ്റ്റ്യനിൽ എക്സ്ട്രാ വരുന്ന ചോദ്യത്തിന് കൂടി ഉത്തരം എഴുതരുത്. അത് നിങ്ങൾക്ക് എഴുതേണ്ടത് എപ്പോഴാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. തുടക്കത്തിൽ 6ൽ 5 എണ്ണം എഴുതാൻ പറഞ്ഞാൽ ആ 5 എണ്ണം എഴുതി കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നേരെ തൊട്ടടുത്ത് വരുന്ന 6 മാർക്കിൻ്റെ 3 ചോദ്യങ്ങളുണ്ടല്ലോ, അതിൽ 2 എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ 2 എണ്ണവും എഴുതുക. എന്ന് വെച്ചാൽ 1 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. ആദ്യം 2 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക, 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക, 6 മാർക്കിൻ്റെ 2 ചോദ്യം അറ്റൻഡ് ചെയ്യുക. ഈ രീതിയിൽ ആവശ്യപ്പെട്ടത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് തീർന്നിട്ട് ബാക്കി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 1.25 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം എഴുതരും. പിന്നെ ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോയ്സിലുള്ള ബാക്കി ചോദ്യങ്ങൾ കൂടി എഴുതാം. ഈ 4 മാർക്കിൽ നിങ്ങൾ ബാക്കി വെച്ചാൽ ആ ചോയ്സിലുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യനും 6 മാർക്കിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യനും ഒക്കെ അതിന് ശേഷം മാത്രം എഴുതുക. അപ്പോൾ ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും അവരാവശ്യപ്പെട്ടത് 5ൽ 4 എഴുതാൻ പറയുന്നതെങ്കിൽ ആ 4 എണ്ണം മാത്രം എഴുതുക. 3ൽ 2 എണ്ണമാണ് എഴുതാൻ പറഞ്ഞെങ്കിൽ അത് മാത്രം എഴുതുക. കാരണം നിങ്ങളുടെ മെയിനായിട്ടുള്ള നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിന് മുന്നേ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം ആവശ്യപ്പെട്ടത് മാത്രം എഴുതുക. പിന്നീട് സമയം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ 6 മാർക്ക് ചോദ്യമായാലും ഒരു പുറമാണ് എഴുതാൻ പറയുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് 1.5 പുറം വരെയൊക്കെ എഴുതാം. അതല്ലാതെ 2-3 പേജൊന്നും എഴുതിയിട്ട് സമയം വെറുതെ കളയരുത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാനില്ല. പിന്നെ എല്ലാ ചാപ്റ്ററിൻ്റെയും തീം എന്താണ്? ഒരു കഥ നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ ഒരാശയം പറയുന്നുണ്ടാവും അല്ലേ? നിങ്ങൾക്കിപ്പം അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, അതിൽ പറയുന്നൊരു തീമുണ്ട്. അങ്ങനെ ഓരോ ചാപ്റ്ററിനും ഓരോ തീമുണ്ട്. ആ തീം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ തീമിനോ സപ്പോർട്ട് ചെയ്ത രീതിയിൽ പുറത്തുനിന്ന് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് ആ തീമിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് എഴുതാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം കണ്ടെത്തി വെക്കുക. ടീച്ചേഴ്സിനോട് ചോദിച്ചോ നെറ്റിൽ നിന്നൊക്കെ മാക്സിമം കണ്ടെത്തി വെക്കുക. കാരണം നിങ്ങളുടെ ഉത്തരം എഴുതുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ന രീതിയിൽ എക്സ്ട്രാ ആയിട്ട് ആ തീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തി എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ രീതിയിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് നിങ്ങളൊരു ഉത്തരം ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ്, ഉത്തരം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ചില പോയിന്റുകൾ, നിങ്ങളുടെ കുറച്ച് അഭിപ്രായങ്ങൾ കൂടി അതിലേക്ക് എഴുതേണ്ടി വരും. പ്രത്യേകിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുന്ന സമയത്ത്, ഉപന്യാസങ്ങൾ തയ്യാറാക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ചില എക്സ്ട്രാ പോയിന്റുകൾ അതിലേക്ക് ചേർത്താൻ ഉള്ള കാര്യങ്ങൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങൾക്കറിയാലോ ഓരോ പാഠത്തിനെയും തീം എന്തെന്ന്, ആ തീമിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വാചകങ്ങൾ ആദ്യമേ പഠിച്ചു വെച്ച് പോവുക. അതൊക്കെ അതിലേക്ക് എഴുതി കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്ന ആളുകൾക്ക് ഈ കുട്ടിക്ക് ഈ പാഠഭാഗത്തെക്കുറിച്ചും ഈ പാഠഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്ന തീമിനെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് എന്നൊരു ബോധ്യം വരികയും അയാളതിന് മാർക്ക് നന്നായിട്ട് ഇടുകയും ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക. പിന്നെ ഏറ്റവും അവസാനമായിട്ട് എല്ലാ അതായത് ഇപ്പോൾ കുറിപ്പ്, ലെറ്റർ, ഉപന്യാസം, ആസ്വാദനക്കുറിപ്പുകൾ, മുഖപ്രസംഗം, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറും അതിലൊക്കെ ഉപയോഗിക്കുന്നൊരു ഭാഷാ രീതിയും ഒരു കത്ത് എഴുതുന്ന പോലെ ആയിരിക്കില്ല ഒരു പത്രവാർത്ത തയ്യാറാക്കേണ്ടത്, അതുപോലെ ആയിരിക്കില്ല ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്, അതുപോലെ ആയിരിക്കില്ല ഒരു ഉപന്യാസം തയ്യാറാക്കേണ്ടത്. ഓരോന്നിനും ഓരോ രീതിയിലാണ് നമ്മുടെ ഭാഷ ഉപയോഗിക്കുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ ഇതിനോടൊപ്പം തന്നെ നെറ്റിൽ ലഭ്യമാണ്. ഈ ചാനലിൽ തന്നെ ഉടൻ ഒരു വീഡിയോ വരും എങ്ങനെയാണ് ഓരോന്നും എഴുതേണ്ടത് എന്നുള്ളത്. ആ വീഡിയോ നിങ്ങൾ കാണുക. സോ അങ്ങനെ കൃത്യമായിട്ട് എഴുതിയാൽ മലയാളത്തിന് ഫുൾ മാർക്ക് കൺഫേം ആവുക. ഓക്കെ, സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക, മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.